സമയം സാഹചര്യമൊക്കെ ഒത്തു വന്നാൽ ആരും കാത്തു നിൽക്കാതെ പെട്ടെന്ന് യാത്രകൾ പ്ലാൻ ചെയ്ത് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോവുക. ഈ ഒരു ഹോബിയാണ് ഇന്ന് ഈ മനോഹരമായ പുലരിയിൽ എന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ജേണിയാണ്. ഇവിടെ അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഷെങ്കൻ റീജിയനിൽ നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റുകളിലൊന്ന്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന പോലെ ഇവിടെ 29 രാജ്യങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ നിന്നും ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലേക്ക് പോകുന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ ട്രെയിനായിട്ടുള്ള RJ384 ബെർലിനർ കംഫോർട്ട് ജെറ്റിലായിരുന്നു എൻ്റെ യാത്ര. വന്നിറങ്ങിയിരിക്കുന്നത് പക്ഷേ ബെർലിനിലല്ല. മെയിൻ സ്റ്റേഷന് പുറത്തിറങ്ങിയതും ടിക്കറ്റ് വെൻഡിംഗ് മെഷീനിൽ നിന്നും ഡേ ട്രാവൽ പാസ് എടുത്തു. €9.50. അടുത്ത ദിവസം പുലർച്ചെ 4 മണി വരെയാണ് ഈ ടിക്കറ്റിന്റെ വാലിഡിറ്റി. ശേഷം ട്രാമിൽ തിയേറ്റർ പ്ലാസ് എന്ന സ്ക്വയറിൽ വന്നിറങ്ങി. പഴയ മനോഹരമായ കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഒരു ഭാഗം. പക്ഷേ ഈ കെട്ടിടങ്ങളൊന്നും പഴയത് എന്ന് വിശേഷിപ്പിക്കാനാവില്ല. യഥാർത്ഥത്തിൽ എല്ലാം പുനർനിർമ്മിക്കപ്പെട്ടവയാണ്. ഫ്ലോറൻസ് ഓൺ ദ എൽബെ എന്ന വിശേഷണത്തോടെ എൽബെ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ജർമ്മനിയിലെ അതിമനോഹര നഗരങ്ങളിലൊന്നായിട്ടുള്ള ഡ്രസ്ഡണിലാണ് എത്തിയിരിക്കുന്നത്. ഡ്രസ്ഡണിന്റെ ഹിസ്റ്റോറിക്കൽ സെന്ററിൽ നിലകൊള്ളുന്ന ഡ്രസ്ഡൺ കാസിലും കത്തീഡ്രൽ ഓഫ് ഹോളി ട്രിനിറ്റിയും അടങ്ങുന്ന ബാറോക്ക് വാസ്തുവിദ്യയുടെ വിസ്മയമാണ് ഈ കാണുന്നത്. ഇന്ന് ഇവിടുത്തെ ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കൽ ചാരമായി തീർന്ന നഗരത്തിന്റെ പുനർജന്മമാണ് ഇവയെല്ലാം എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായിരുന്നു ഡ്രസ്ഡൺ. ഇപ്പോഴും അതെ. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ മാപ്പിൽ നിന്ന് തന്നെ മായ്ച്ചു കളയപ്പെട്ട ഒരു നഗരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു നഗരമാണിത്. ഡ്രസ്ഡൺ കാസലിന്റെ പുറത്ത് മുന്നിലെ കോർട്ട്യാർഡിൽ കാസലിന്റെ ചുവരിൽ ഒരു വലിയ മ്യൂറൽ ആർട്ട് വർക്ക് കാണാം. അതാണ് കാസിൽ കോമ്പൗണ്ടിലെ ഏറ്റവും വലിയ ആകർഷണീയത. പ്രൊസഷൻ ഓഫ് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ഈ ആർട്ട് വർക്ക് 102 മീറ്റർ നീളത്തിൽ 23,000 മെയ്സൺ പോസ്ലിൻ ടൈൽസുകളിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഡ്രസ്ഡണിലെ ഒരുവിധം എല്ലാ ചരിത്ര സ്മാരകങ്ങളും തറനിരപ്പിൽ തകർക്കപ്പെട്ടപ്പോഴും അധികം കേടുപാടുകൾ കൂടാതെ യുദ്ധത്തെ അതിജീവിച്ച ഒരു കലാസൃഷ്ടിയാണിത്. രണ്ടാമതായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ChatGPT തയ്യാറാക്കി തന്ന പ്ലാൻ അനുസരിച്ച് ആദ്യ സ്പോട്ടായിരുന്ന ന്യൂ മാർക്കറ്റ് സ്ക്വയറിലാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ സ്ക്വയറിലെ ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കെല്ലാം മുകളിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ നിർമ്മിതിയായിട്ടുള്ള ഫ്രവൻ കിർഷെ എന്നറിയപ്പെടുന്ന ദ ചർച്ച് ഓഫ് അവർ ലേഡിയാണ്. അതിൻ്റെ ചുവരുകളിൽ നമുക്കൊരു പ്രത്യേകത കാണാം. കൃത്യമായ ഓർഡറോ പാറ്റേണോ ഇല്ലാതെ കളർ വ്യത്യാസമുള്ള കല്ലുകളുടെ ഒരു ഇടകലർത്തിയുള്ള നിർമ്മാണം. യുദ്ധത്തിൻ്റെ മുറിപ്പാടുകൾ, അതിജീവനത്തിൻ്റെ അടയാളങ്ങൾ. യുദ്ധത്തിൽ പതിച്ച ബോംബുകളുടെ ചൂടിനെയും കാലത്തെയും കാലാവസ്ഥയും തരണം ചെയ്ത വലിയ കേടുപാടുകൾ ഇല്ലാതെ അവശേഷിച്ച പഴയ കറുത്ത കല്ലുകളും പുതിയ കല്ലുകളും ചേർത്താണ് ഡ്രസ്ഡണിലെ പല ചരിത്ര സ്മാരകങ്ങളും വീണ്ടും പണിതുയർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഈ കെട്ടിടം. ഒരു നഗരത്തിൻ്റെ മുറിവുകളും അതിജീവനവും ഒരേ സമയം കാണിച്ചു തരുന്ന ഒരു സ്മാരകം. യുദ്ധത്തിൽ തകർന്ന ചരിത്ര സ്മാരകങ്ങളെ മനോഹരമായി പുനർനിർമ്മിച്ച് സംരക്ഷിക്കപ്പെടുന്ന യൂറോപ്യൻ ചരിത്ര സ്മാരക സംരക്ഷണത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു മാതൃകയാണ് ഡ്രസ്ഡണിൽ ഇവിടെ കാണാനാവുക. ചർച്ചിന്റെ അതിമനോഹരമായ അകത്തളങ്ങളൊക്കെ കണ്ട ശേഷം ന്യൂ മാർക്കറ്റ് സ്ക്വയറിന്റെ വിശാലമായ ഏരിയയിലേക്ക് തുറക്കുന്ന വാതായനത്തിലൂടെ പുറത്തേക്കിറങ്ങി. മുന്നിലെ മാർട്ടിൻ ലൂതർ ബ്രോൺസ് പ്രതിമയ്ക്ക് ചുറ്റും പിന്നെ ചർച്ചിനെയൊക്കെ വലം വെച്ച് മുന്നോട്ട് നടന്നു. വളരെ ആകർഷണീയമായ താഴികക്കുടത്തോടു കൂടിയ കെട്ടിടമായ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൻ്റെയും ആൽബർട്ടീനം മ്യൂസിയത്തിൻ്റെയും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൾപ്ചറൽ സ്റ്റെയർ കേസ് കയറി ബ്രൂൾസ് ടെറസിന് മുകളിലേക്ക്. ബ്രൂൾസ് ടെറസിന് മുകളിൽ കയറി കഴിഞ്ഞാലും
ഇവിടെയും നമ്മളെ ആദ്യം തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് വരവേൽക്കുന്നത് അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൻ്റെ ശില്പകലകളാൽ സമ്പന്നമായ കെട്ടിടം തന്നെയാണ്. ഇനി ബാറോക്ക് വാസ്തുകലയ്ക്കൊപ്പം അതിന് കൂടുതൽ മെഴിവേകി ലയിച്ചു കിടക്കുന്ന എൽബെ നദിയുടെയും തീരത്തെയും കാഴ്ചകൾ കൂടി ഒരുമിച്ച് കാണാം. ബാൽക്കണി ഓഫ് യൂറോപ്പ് എന്നാണ് പ്രസിദ്ധമായ ബ്രൂൾസ് ടെറസ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളിൽ രമിച്ചിരുന്ന് സമയം ചെലവഴിക്കാൻ ഉതകുന്ന ഒരു അതിമനോഹരമായ പാർക്കും ഇതിനു മുകളിൽ കാണാം. ഇത്രയും കണ്ടു ഇറങ്ങി വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. തിയേറ്റർ പ്ലാസിൽ വന്നിറങ്ങിയ ശേഷം അവിടെ നിന്ന് സമയം കളയാതെ നേരെ ന്യൂ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തി അവിടെ നിന്നും കാഴ്ചകൾ കണ്ടു തുടങ്ങാൻ ChatGPT തയ്യാറാക്കി തന്ന പ്ലാനിൻ്റെ പൊരുൾ. കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഡ്രസ്ഡൺ കാസിലിൻ്റെയും കത്തീഡ്രൽ ഓഫ് ഹോളി ട്രിനിറ്റിയുടെ ഒക്കെ മുന്നിൽ തന്നെയാണ് വീണ്ടും വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും തമ്മിലൊരു മാറ്റമുണ്ട്. വന്നിറങ്ങിയ സമയം രാവിലെ ആയതുകൊണ്ട് അപ്പം ലെസ് ക്രൗഡഡ് ആയിരുന്നു, ഇപ്പം മോർ ക്രൗഡഡും. എന്തായാലും വീണ്ടും തിയേറ്റർ പ്ലാസ് സ്ക്വയറിലേക്ക്. ഇവിടെ ഈ കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന കിങ് ജോണിന്റെ സ്റ്റാച്യുവിന്റെ പിറകിലായി കാണുന്ന കെട്ടിടമാണ് സെംപർ ഓപ്പർ. ഒരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇത് പക്ഷേ ഒരു ഓപ്പറ ഹൗസാണ്. ചരിത്രത്തിൽ ഇതിലും വലിയൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള മറ്റൊരു ഓപ്പറ ഹൗസ് ലോകത്തുണ്ടാവില്ല. 1841 പണി കഴിപ്പിച്ച ഈ തിയേറ്റർ പ്രശസ്ത സംഗീതജ്ഞൻ റിച്ചാർഡ് വാഗ്നറുടെ ഒക്കെ ഈറ്റില്ലമായിരുന്നു. ഇനി ഈ കെട്ടിടത്തിന്റെ തിരിച്ചുവരവിന്റെ കഥ പറയാം. 2 തവണയാണ് ഈ മനോഹരമായ കെട്ടിടം പൂർണ്ണമായി തകർന്നടിഞ്ഞത്. 2ാം തവണ 2ാം ലോക മഹായുദ്ധത്തിലെ ബോംബ് ആക്രമണത്തിലായിരുന്നെങ്കിൽ ആദ്യത്തെ തവണ അതൊരു വൻ തീപിടുത്തത്തിലായിരുന്നു. ഇപ്പം ഈ കാണുന്ന ലക്ഷറി ലുക്ക് വർഷങ്ങളെടുത്ത് കലാകാരന്മാർ വീണ്ടും കെട്ടിപ്പടുത്തതാണ്. സെംപർ ഓപ്പറയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകളും ആംബിയൻസും തിയേറ്റർ പ്ലാസിൽ ചുറ്റുമുള്ള കാഴ്ചകളും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും സെംപർ ഓപ്പറയുടെ അകത്ത് കയറിയില്ല, പുറത്തു നിന്നുള്ള കാഴ്ചകൾ തന്നെ ശരിക്കും വർത്താണ്. പക്ഷേ ഇവിടെ നിർത്തുന്നില്ല. ഓപ്പറയുടെ തൊട്ടടുത്തായിട്ടുള്ള ഡ്രസ്ഡണിലെ അടുത്ത രാജകീയ കാഴ്ചയിലേക്ക് പോകാം. അവിടെ നിന്നും നേരെ സിംഗർ പാലസിലേക്ക്. കാലഘട്ടത്തിൽ ഓഗസ്റ്റസ് ദ സ്ട്രോങ് രാജാവ് തന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി പണികഴിപ്പിച്ച ഒരു ഒന്നൊന്നാന്തര ബാറോക്ക് മാസ്റ്റർ പീസാണ് ഈ സിംഗർ പാലസ്. പാലസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിലും താമസിക്കാനായിട്ട് നിർമ്മിച്ചൊരു കൊട്ടാരം അല്ലത്. രാജകീയ ആഘോഷങ്ങൾക്കും കലാസാംസ്കാരിക പരിപാടികൾക്കും വേണ്ടി നിർമ്മിച്ച ഒന്നാണ്. ലോകമഹായുദ്ധസമയത്ത് ഈ പാലസും ഗുരുതരമായി തകർക്കപ്പെട്ടെങ്കിലും വർഷങ്ങളെടുത്ത് പഴയ പ്രൗഢിയോടെ വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് എവിടെ തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കിടിലൻ ലൊക്കേഷൻ. ലോകപ്രശസ്തമായ പോഴ്സലിൻ ശേഖരവും അമൂല്യമായ ചിത്രകലാ ഗ്യാലറികളും നിരവധി ശില്പകലകളും മനോഹരമായ കോർട്ട്യാർഡും ഒക്കെയായി ആർക്കിടെക്ചറും സ്കൾപ്ചറും നേച്ചറും എല്ലാം ഒറ്റ ലൊക്കേഷനിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചക്കാർക്ക് സ്വർഗ്ഗതുല്യമായ കാഴ്ചകളുടെ അനുഭൂതി നൽകുന്ന ഒരിടം. അതാണ് ഇന്ന് സിംഗർ പാലസ്.
ഓൾഡ് ടൗണിലെയും തിയേറ്റർ പ്ലാസിലെയും കാഴ്ചകളിൽ മുഴുകി ഉച്ചയായിരിക്കുന്നു. സമയം പോയതറിഞ്ഞില്ല. അടുത്തതായി അവിടെ നിന്നും ട്രാം കയറി മറ്റൊരിടത്തേക്ക്. സിറ്റിക്കകത്തെ പച്ചപ്പ് തേടി പാർക്കിലേക്ക്. ഗ്രോസർ ഗാർഡൻ, ദ ഗ്രാൻഡ് ഗാർഡൻ ഓഫ് ഡ്രസ്ഡൻ. പച്ചപ്പും പൂക്കളും മാത്രമല്ല, ഒരു മനോഹരമായ പാലസും ഈ പാർക്കിൽ നടുവിലായിട്ട് കാണാം. പാർക്ക് വിസിറ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ട്രാമിൽ കയറി വീണ്ടും എൽബേ നദീതീരത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇപ്രാവശ്യം മറ്റൊരു ലൊക്കേഷനിലാണെന്ന് മാത്രം. ദ ബ്ലൂ വണ്ടർ ബ്രിഡ്ജിന് താഴെ. ആഫ്റ്റർനൂൺ ഇവിടെ കുറച്ച് റിലാക്സിങ്ങും വാക്കിങ്ങുമാണ് പ്ലാൻ. യൂറോപ്യൻസ് പൊതുവെ ഇതുപോലെ സഞ്ചരിക്കുന്നിടത്ത് കുറേ നേരം വിശ്രമിക്കാനും നടക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും ആ പാത ഒന്ന് പിന്തുടർന്നു നോക്കട്ടെ. പോരാത്തതിന് നദിയിലൂടെ നീങ്ങുന്ന കപ്പലുകളും നദിക്കക്കരെ ഡിസ്ട്രിക്ട് ലോഷ്വിറ്റ്സ് ഏരിയയുടെ മലയും മനോഹാരിതയും കൂടുതൽ റിലാക്സിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ്. ഏറെ നേരത്തെ വിശ്രമവും നദീതീരത്തെ വിശാലമായ പച്ച പരവതാനി വിരിച്ച എൽബേ വാലിയിലൂടെ നീണ്ട നടത്തവും ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും അടുത്ത അവസാനത്തെ സ്പോട്ടിലേക്ക്. സിറ്റി ബസ്സിൽ ഓൾഡ് ടൗണിന് ഓപ്പോസിറ്റ് ഓഗസ്റ്റസ് ബ്രിഡ്ജിനപ്പുറം ന്യൂ ടൗണിൽ വന്നിറങ്ങി. ഇവിടെയാണ് ഡ്രസ്ഡന്റെ ഏറ്റവും മനോഹരമായ വ്യൂ. സായാഹ്നം അതിൽ മുഴുകിയിരുന്നു, ഇരുട്ടും വരെ. ഇനി മടക്കം കുറേ അതിമനോഹര കാഴ്ചാനുഭവങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അടുത്ത യാത്രയിലെ വിശേഷങ്ങളുമായി. അതുവരേക്കും ബൈ.